എല്ലാവർക്കും നമസ്കാരം. ലോകത്ത് ഏറ്റവും അതിവേഗം വളരുന്ന മതം ഏതാണ്? ഇസ്ലാം ആണെന്ന് എല്ലാവർക്കും ഊഹിക്കാം. എത്ര വേഗത്തിലാണ് ഈ വളർച്ച എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഏകദേശം 50 ലക്ഷം ആകാറായിരിക്കുന്നു മലപ്പുറത്തെ ജനസംഖ്യ. അതിൽ 75% മുസ്ലിംസ് ആണ്. അപ്പോൾ മലപ്പുറത്തിന്റെ രീതിയിൽ തന്നെയാണോ ലോകത്ത് ഇസ്ലാം മതം വളരുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. മലപ്പുറമൊക്കെ വളരെ താഴെയാണ് അവിടുത്തെ നിരക്ക്. ലോകവ്യാപകമായിട്ട് നോക്കിയാൽ മലപ്പുറത്ത് 16% ഗ്ലോബലി 21% ഇസ്ലാം മതത്തിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയാം. 2010 നിന്ന് 2020 എത്തിയപ്പോൾ 34 കോടി ജനങ്ങളാണ് മുസ്ലിം ജനസംഖ്യയിൽ ലോകത്ത് വർദ്ധിച്ചത്. ഒരു കാര്യം തീർച്ചയാണ്, ഭാവിയിൽ ഏറ്റവും വലിയ മതം ഇസ്ലാം ആയിരിക്കും. നിലവിൽ ക്രിസ്തു മതമാണ് ഏറ്റവും അധികം ആളുകളുള്ള മതമെങ്കിൽ ക്രിസ്തുമതം 2ാം സ്ഥാനത്തേക്ക് മാറും. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഉയർന്ന ജനന നിരക്കാണ് ഇസ്ലാം മതത്തിൽ പൊതുവെ ഉള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല ഇസ്ലാം ലോകത്ത് നാളെ ഒന്നാമത് എത്തുമെന്ന് പറയുന്നത്. നിലവിൽ 1ാം സ്ഥാനത്തുള്ള ക്രിസ്തു മതത്തിലെ ചില പ്രശ്നങ്ങളും കൂടെയാണ്. കാരണം ലോകത്തെ ഏറ്റവും അധികം സ്വതന്ത്ര ചിന്തകര് അല്ലെങ്കിൽ മതമില്ല എന്ന് പറയുന്നവര് ഇതെല്ലാം കഥകളാണ് എന്ന് തന്നെ തിരിച്ചറിവ് ഉണ്ടാകുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ഏത് മതത്തിൽ നിന്നാണ് പുറത്തു വരുന്നത് എന്ന് നോക്കിയാൽ അത് ക്രിസ്തു മതമാണ്. എന്നാൽ സ്വതന്ത്ര ചിന്തകർ ഏറ്റവും കുറവുണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന് നോക്കിയാൽ അത് ഇസ്ലാം മതത്തിൽ നിന്നുമാണ്. മറ്റൊരു കാര്യം, ഇങ്ങനെ സ്വതന്ത്ര ചിന്തയിലേക്കൊക്കെ പോകുന്ന പൊതുവെ ക്രിസ്ത്യൻസ് കൂടുതലുള്ള പല രാജ്യങ്ങളിലേക്കും, പല യൂറോപ്യൻ രാജ്യങ്ങളും അതിനൊരു ഉദാഹരണമാണ്. അവിടേക്ക് ഒരുപാട് മുസ്ലിം പോപ്പുലേഷൻ ചെല്ലുന്നുമുണ്ട്. അതിൽ നല്ലൊരു ഭാഗം അഭയാർത്ഥികളായിട്ടും കൂടെയാണ്. യൂറോപ്പിലൊക്കെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നതാണ്. അതായത് നിലവിൽ ഏറ്റവും വലിയ മതമായിട്ടുള്ള ക്രിസ്തു മതം, അതിന്റെ വളർച്ചാ നിരക്ക് ഇസ്ലാം മതത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അവർ പൊതുവെ വൈകി വിവാഹം കഴിക്കുന്നവരാണ്. 1-2 കുട്ടികൾ മതി എന്ന് പൊതുവെ തീരുമാനിക്കുന്നവരാണ്. നേരെ മറിച്ച് പൊതുവെ ഇസ്ലാം മതം എടുക്കുകയാണെങ്കിൽ വളരെ നേരത്തെ ആളുകൾ വിവാഹം കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സമയവുമുണ്ട്. വളരെ ഉയർന്ന ജനന നിരക്കുമാണ്. വളരെ അധികം കുട്ടികൾ ഉണ്ടാകും. ക്രിസ്തു മതത്തിൽ നിന്ന് ആളുകൾ സ്വതന്ത്ര ചിന്തയിലേക്ക് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇസ്ലാം മതത്തിൽ അത് സംഭവിക്കുന്നത് വളരെ കുറവാണ്. അതായത് ഏറ്റവും വലിയ മതമായ ക്രിസ്തു മതം ദുർബലപ്പെട്ടു വരികയും ഇസ്ലാം ശക്തി പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത് വളർച്ചാ നിരക്കിൽ എന്ന് കാണാം. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പ്രവാസ ലോകത്തിരുന്ന് ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും. പ്രവാസികൾ പൊതുവെ ചെയ്യുന്ന ഒരു അബദ്ധവും അത് എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള ഒരു മാർഗവുമാണ് ഇനി പറയുന്നത്. പല പ്രവാസികളും വിചാരിക്കുന്നത് എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട്, ഇപ്പോൾ ശമ്പളമുണ്ട്, ഒരു റിട്ടയർമെന്റ് ലൈഫ് നാട്ടിൽ ആഘോഷിക്കാം എന്നൊക്കെയാണ്. പക്ഷേ പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ അത് നിങ്ങൾക്കായാലും നാട്ടിലുള്ള നിങ്ങളുടെ മാതാപിതാക്കൾക്കായാലും കുടുംബാംഗങ്ങൾക്കാണെങ്കിലും ശരി, നിങ്ങൾ അത്രയും നാൾ ഇങ്ങനെ സമ്പാദിച്ചിരുന്ന സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്കും പോകും. നാട്ടിൽ നിന്ന് പല രോഗങ്ങൾക്കുമൊക്കെ ചികിത്സാ ചെലവ് വരുന്നത് ലക്ഷങ്ങളാണ്. പക്ഷേ നിങ്ങൾ മാസം ഒരു 800 അല്ലെങ്കിൽ 1000 രൂപയൊക്കെ മാറ്റി വെച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. അത്രയും കുറഞ്ഞ തുകയ്ക്ക് പോലും ആരംഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതൊരെണ്ണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി എടുത്തു വെക്കുക. എന്നാൽ നിങ്ങൾക്ക് യോജിക്കുന്ന പ്ലാൻ ഏതാണ്, ഇഷ്ടപ്പെട്ട കമ്പനി ഏതാണ് എന്നൊക്കെ നോക്കി താരതമ്യം ചെയ്ത് വേണം എടുക്കാൻ. അതിന് ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ ചെക്ക് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ 35% വരെ വിലക്കുറവിൽ നാട്ടിൽ നിന്നും ഹെൽത്ത് പ്ലാൻ എടുക്കാം. വിദേശത്തിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രായമായ നാട്ടിലുള്ള മാതാപിതാക്കൾക്ക് ഹെൽത്ത് ചെക്കപ്പ്, മരുന്നുകൾ എത്തിച്ചു നൽകുക, ലാബ് ടെസ്റ്റുകൾ നടത്തുക, ഇതൊക്കെ മാനേജ് ചെയ്യാനും ക്ലെയിമിന്റെ കാര്യങ്ങൾക്കുമൊക്കെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ടീമിന്റെ സഹായവും ഉണ്ടാകും. ക്ലെയിമിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട, എല്ലാ സഹായവും 30 മിനിറ്റിനുള്ളിൽ കിട്ടും. ഇപ്പോൾ എടുത്താൽ 25% വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാം. അതിനായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എടുക്കുക. അതുവഴി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സമ്പാദ്യത്തെയും സംരക്ഷിക്കുക. അതല്ലെങ്കിൽ സ്ക്രീനിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ മതമാണ് ഹിന്ദു മതം. ഭൂരിഭാഗം ഹിന്ദുമത വിശ്വാസികളും ഇന്ത്യയിൽ തന്നെയാണ്. 820 കോടി ജനങ്ങളാണ് ഇന്ന് ഭൂമിയിലുള്ളത്. അതിൽ 240 കോടി ജനങ്ങൾ ക്രിസ്ത്യാനികളാണ്. 210 കോടി ജനങ്ങൾ നിലവിൽ ഇസ്ലാം മതവിശ്വാസികളാണ്. 120 കോടിയോളം ജനങ്ങളാണ് ഹിന്ദുക്കളായിട്ടുള്ളത്. പിന്നീടുള്ള ബുദ്ധമതം ഒരു 33 കോടി ജനങ്ങളുണ്ട്. ഈ 4 കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് വലിയ മതങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. അതായത് ക്രിസ്ത്യാനികൾ 30%, ഇസ്ലാം 26%, ഹിന്ദുക്കൾ 15%, ബുദ്ധമതം 4%. ഇങ്ങനെയാണ് ഈ മതങ്ങളുടെ പെർസെൻറ്റേജ്. ഇനി ലോകത്ത് ഏത് രാജ്യങ്ങളിലാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ഇസ്ലാം മതം ഏറ്റവും ശക്തമായിട്ട് വളരുന്നത് എന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിലാണ്. നൈജീരിയ, നൈജർ, ചാഡ്, സൊമാലിയ, സുഡാൻ, ടാൻസാനിയ, മൊസാംബിക് ഈ രാജ്യങ്ങളിലൊക്കെയാണ് ഏറ്റവും ഉയർന്ന ജനന നിരക്കോടെ
ഇസ്ലാം മതവിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. ശരാശരി 4 കുട്ടികൾ അല്ലെങ്കിൽ 6 കുട്ടികൾ അതിലും അധികം എന്ന നിരക്കിൽ. അതായത് വെസ്റ്റ് ആഫ്രിക്കയിലും ഈസ്റ്റ് ആഫ്രിക്കയിലും ഓരോ 25 വർഷം കഴിയുമ്പോഴും ഇസ്ലാം മതവിശ്വാസികളുടെ എണ്ണം ഇരട്ടിയാവുകയാണ്. എന്നാൽ ക്രിസ്തുമതത്തിന്റെ കാര്യം എടുത്താൽ ക്രിസ്തുമതം എല്ലായിടത്തും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരിടത്ത് മാത്രം, അതായത് ആഫ്രിക്കയിൽ വളരെ വേഗമാണ് വർദ്ധിക്കുന്നത്. ഇസ്ലാം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനിറ്റി ആഫ്രിക്കയിൽ. അവിടെ നൈജീരിയ തന്നെയാണ് ഒന്നാമത്, കോങ്കോ, ഉഗാണ്ട, കെനിയ, എത്യോപ്യ, ഇങ്ങനെ ആ ലിസ്റ്റ് നീണ്ടു പോവുകയാണ്. അതായത് പണ്ടത്തെ ഇന്ത്യ അല്ലെങ്കിൽ പണ്ടത്തെ കേരളം, നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരോടും ഒക്കെ ചോദിച്ചാൽ എല്ലാവർക്കും തന്നെ 8ഉം 10ഉം മക്കളൊക്കെയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇന്നും ആഫ്രിക്കയിൽ. അതായത് ചുരുക്കി പറഞ്ഞാൽ അവിടെ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ കൂടുന്നു എന്നല്ല, ലോകത്ത് മതങ്ങൾ ഇതുപോലെ വർദ്ധിക്കുന്നത് ഏറ്റവും ദാരിദ്ര്യമുള്ള, ഏറ്റവും നിരക്ഷരരായിട്ടുള്ള, പുരോഗതി വളരെ കുറവായിട്ടുള്ള, ഏറ്റവും പ്രധാനമായിട്ട് ദാരിദ്ര്യമുള്ളിടത്താണ് ഏറ്റവും ഉയർന്ന ജനന നിരക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നിലവിൽ കണക്കുകൾ ലഭ്യമായത് 2010 മുതൽ 2020 വരെയുള്ള വർഷം എടുത്താൽ 34 കോടി മുസ്ലിംസ് വർദ്ധിച്ചപ്പോൾ 12 കോടി ക്രിസ്ത്യൻസ് മാത്രമാണ് വർദ്ധിച്ചത്. അതും ഈ വർധനവ് ഭൂരിഭാഗവും ആഫ്രിക്കയിൽ നിന്നാണ്. അത് ഇസ്ലാം ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും. എന്നാൽ ഇസ്ലാം മതത്തിന് പൊതുവെ എല്ലായിടത്തും ഉയർന്ന ജനന നിരക്കും പോപ്പുലേഷൻ ഗ്രോത്തും ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് പ്രധാനമായിട്ടും ആഫ്രിക്കയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഒന്നെങ്കിൽ അത് സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ നേരിയ വർധനവ് മാത്രമേ ഉള്ളൂ. ഇസ്ലാം മതം ഏഷ്യയിൽ ഏറ്റവും വലിയ വളർച്ച കാണിക്കുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പിന്നീട് ഇന്ത്യയിലുമാണ്. ഏറ്റവും അധികം മുസ്ലിംസ് ഉള്ള രാജ്യമായ ഇന്തോനേഷ്യ പോലും അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. ഇസ്ലാം മതം വളരെയധികം വളർച്ച നിരക്ക് കാണിക്കുന്ന മറ്റൊരു പ്രദേശം നമ്മുടെ യൂറോപ്പ് തന്നെയാണ്. ഫ്രാൻസ്, UK, ജർമ്മനി, സ്വീഡൻ, 4ാമത് സ്വീഡനാണ് വരുന്നത്. യൂറോപ്പിലെ തുർക്കി പോലെയുള്ള രാജ്യങ്ങളൊക്കെ വേറെ കിടക്കുന്നുണ്ട്. എന്നിട്ടാണെന്ന് ഓർക്കണം, ഈ രാജ്യങ്ങളിലൊക്കെയാണ് ഏറ്റവും അധികം മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിക്കുന്നത്. എന്നാൽ അതിൽ നല്ലൊരു ഭാഗവും അവിടെ അഭയാർത്ഥികളായിട്ട് വന്നവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളാകുന്നവർ ഒരിക്കലും പൊതുവെ സമ്പന്നമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവരെല്ലാം ചെല്ലുന്നത് കൂടുതലും ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള, അതായത് ജനാധിപത്യമുള്ള, പൊതുവെ തുറന്ന മനസ്ഥിതിയുള്ള രാജ്യങ്ങളിലേക്കാണ് അവർ ചെല്ലുന്നത്. സമ്പന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ്? അവിടെ കയറ്റില്ല എന്നുള്ളതാണ്. അവരെ സ്വീകരിക്കുന്നതോ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ. എന്നാൽ ഇങ്ങനെ അഭയാർത്ഥികളായി ചെല്ലുന്നവരിൽ വളരെ അധികം ആളുകൾ ഈ നന്ദിയോ കടപ്പാടോ ഒന്നുമില്ലാതെ ആ രാജ്യങ്ങളെ തങ്ങളുടെ പഴയ രാജ്യത്തിന്റെ അതേ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും യൂറോപ്പിൽ നിന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ പാർശ്വഫലങ്ങൾ ഇന്ത്യക്കാരെ പോലും ബാധിക്കുന്നത് എന്നൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഇതും ഫാക്റ്റുകൾ തന്നെയാണ്, അതും പറയാതിരിക്കുന്നത് ശരിയല്ല. അവിടെയുള്ള ക്രിസ്ത്യൻസ് സ്വതന്ത്ര ചിന്തയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മതം ഒരു പ്രധാന കാര്യമായിട്ട് അവർ പരിഗണിക്കുന്നില്ല. പലരും പേരിലൊക്കെ മാത്രമാണ് ഇന്ന മതത്തിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്നത്, അതല്ലെങ്കിൽ റെക്കോർഡുകളിൽ മാത്രം. എന്നാൽ അങ്ങനെയുള്ളിടത്ത് ചെന്നിട്ടാണ് മതത്തിന്റെ ചിന്തകൾ അമിതമായിട്ട് ഇങ്ങനെ ചെല്ലുന്നവർ വെച്ച് പുലർത്തുന്നത്. പോളണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ് യൂറോപ്പിൽ ഇങ്ങനെ അഭയാർത്ഥികളെ ഒന്നും ഞങ്ങൾ കയറ്റില്ല എന്നുള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോളണ്ടിൽ ഈ പറയുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ കുറവാണ്. UKയും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഇന്ന് അഭിമുഖീകരിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അഭയാർത്ഥികൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളും ഉണ്ട് എന്ന് കരുതി ഈ അഭയാർത്ഥികളെല്ലാം പ്രശ്നക്കാരാണെന്നല്ല പറഞ്ഞത്. അതിലും തീവ്ര ചിന്തയുള്ള ഒരുപാട് പേര് അങ്ങോട്ട് നുഴഞ്ഞു കയറുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വരുന്നവരുടെ കൂട്ടത്തിൽ അവരുമുണ്ട്. ഇന്ത്യയിലും മുസ്ലിം പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വളരെ ഉയർന്ന രീതിയിലാണ്. പാകിസ്ഥാനിലുള്ള അത്രയൊക്കെ തന്നെ, കുറച്ച് കുറവാണ് എങ്കിൽ പോലും അത്രയൊക്കെ തന്നെ മുസ്ലിംസ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുമുണ്ട്. ഭാവിയിൽ ലോകത്തെ ഏറ്റവും വലിയ മതമായിട്ട് ഇസ്ലാം എണ്ണത്തിൽ മാറുമെങ്കിൽ പോലും ഇന്ത്യയിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിംസിന്റെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് അവർ മൈനോറിറ്റി ആയിട്ട് തന്നെ തുടരും ഇന്ത്യയിൽ എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ ഭൂരിഭാഗവും ഹിന്ദുക്കൾ തന്നെയാണ്, ഒരു 80%. ഇത് നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാകുമോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടതാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. മറ്റൊരു കാര്യം, ഏകദേശം 22 കോടിയിലധികം ഒക്കെ പോപ്പുലേഷൻ, മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. എന്നിട്ടും ന്യൂനപക്ഷം എന്നുള്ള പല അവകാശങ്ങളും മുസ്ലിംസിന് മാത്രമല്ല ക്രിസ്ത്യൻസും, അതായത് ഇന്ത്യയിലെ ഒരു 2.5% പോപ്പുലേഷൻ മാത്രമേ ക്രിസ്ത്യൻസ് ഉള്ളൂ. അതിൻ്റെ പേരിൽ ഒരുപാട് സ്കോളർഷിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെയുള്ള ക്രിസ്ത്യൻസിന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമയത്തും ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ഇതേ ധനസഹായം കേരളത്തിൽ കിട്ടുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. ഭൂരിഭാഗം ക്രിസ്ത്യൻസും ഇന്ത്യയിൽ കേരളത്തിലാണ്. അതുപോലെ കോട്ടയം പോലെയുള്ള ജില്ലകൾ എടുത്താൽ അവിടെ പകുതിയോളം ഒക്കെ തന്നെ ക്രിസ്ത്യൻസ് ആണ്. എന്നാൽ ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ പല ആനുകൂല്യങ്ങളും, അല്ലെങ്കിൽ ഇത്രമാത്രം ധനസഹായം ഗവൺമെന്റ് കൊടുക്കുകയാണ്.
ഇതെല്ലാം വളരെ അശാസ്ത്രീയമായിട്ടാണ്. ഇന്ത്യ മുഴുവൻ എടുത്തിട്ടായിരിക്കരുത് ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു പ്രദേശത്ത് അവർ വളരെ കുറവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. മലപ്പുറത്ത് 75% മുസ്ലിംസ് ആണ്. അവിടെ ഇരുന്ന് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കാര്യം വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ അവിടെ ആരാണ് ന്യൂനപക്ഷം? ഇന്ത്യയിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഒരു ഫാക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇസ്ലാം മതത്തിന്റെ സാന്നിധ്യം തന്നെയാണ് ഹിന്ദു മതത്തിന്റെ ഒരു തരത്തിലുള്ള അടിസ്ഥാനം. അതായത് അതിന്റെ ഒരു ഐക്യത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം ഇസ്ലാം എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു മതം അപ്പുറം നിൽക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം ഹിന്ദുക്കൾ എന്നുള്ള ഒരു ലേബലിലേക്ക് വരുന്നു. അതായത് ഒരൊറ്റ മുസ്ലിം പോലും ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് കരുതുക, ഇവിടെ ഹിന്ദുമതമായിരിക്കും ഉണ്ടാവുക എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നിസ്സാരം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു 100 മതങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇന്നുള്ള ഓരോ ജാതികളും വിഭാഗങ്ങളും ഒക്കെ ഓരോ മതങ്ങളായിട്ട് മാറും. അതുപോലെ ചൈന എന്ന് പറഞ്ഞാൽ മുഴുവൻ നിരീശ്വരവാദികളാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല. ഒരിക്കലും നമ്മളത് ക്ലിയർ ചെയ്തതാണ്. ഒരു ഫാക്റ്റ് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി ഏറ്റവും കൂടുതൽ ഏഷ്യയിൽ വളർച്ചാ നിരക്കുള്ളത് ഏത് രാജ്യത്താണ് എന്ന് നോക്കിയാൽ ചൈനയാണ്. അതായത് അവിടെ മതമില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. മതമുണ്ട്, ഗവൺമെന്റ് കൺട്രോളിലാണെന്ന് മാത്രമേ ഉള്ളൂ. ചൈനയിലാണ് ഏഷ്യയിൽ ഏറ്റവും അധികം ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഉള്ളത്. ചരിത്രം പഠിക്കുകയാണെങ്കിൽ പണ്ട് ഈ പറയുന്ന യൂറോപ്പിലെ സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഇസ്ലാം മതത്തിന് കീഴിലായിരുന്നു ഏകദേശം 700 വർഷത്തോളം. അത് പണ്ട് ആക്രമണത്തിലൂടെയായിരുന്നു. വീണ്ടും ഒരു ആക്രമണത്തിലൂടെയാണ് അവർ പുറത്താകുന്നത്. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസ് മുഴുവൻ പിന്നീട് ക്രിസ്ത്യാനികളായിട്ട് പരിവർത്തനം ചെയ്യുകയായിരുന്നു. അത് തന്നെയാണ് പണ്ടും സംഭവിച്ചത്. പണ്ടെന്ന് പറഞ്ഞാൽ ലോകക്രമം വേറെയാണ്. ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. കയ്യൂക്കുള്ള രാജ്യം കാര്യക്കാരൻ എന്നുള്ളൊരവസ്ഥയാണ്. അന്ന് കൊലപാതകങ്ങളും അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കലുകളും രക്തം ചിന്തിയും ഒക്കെ തന്നെയാണ് ഈ മതങ്ങൾ, അല്ലെങ്കിൽ പരിവർത്തനത്തിലൂടെയൊക്കെ തന്നെയാണ് മതങ്ങൾ വളർന്നതും പിളർന്നതും ഒക്കെയെങ്കിൽ ഇന്ന് അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇന്ന് പല മതങ്ങളുടെയും വളർച്ചാ നിരക്ക്, ഭാവി എന്നൊക്കെ പറയുന്നത് ജനസംഖ്യയിലുള്ള വർധനവൊക്കെ മാത്രം നോക്കിയിട്ടാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാസികളായിട്ടുള്ളവർക്ക് നാട്ടിൽ ചിലവ് കുറഞ്ഞ ചികിത്സയ്ക്കും അവരുടെ നാട്ടിലുള്ള പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും ഒക്കെയായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ എടുത്തു വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. 25% വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.